എന്നെ പോലെ ത്രെഡ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാരാണോ നിങ്ങൾ? എനിക്ക് ത്രെഡ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ പാർലറിൽ പോയിട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെ ത്രെഡ് ചെയ്യാണ്ടൊക്കെ പോവുകയല്ലേ. അപ്പം ഞാൻ എങ്ങനെയാണ് ത്രെഡ് ചെയ്യാറ്, പെയിനൊന്നും ഇല്ലാതെ എങ്ങനെ വീട്ടിൽ തന്നെ വെച്ച് ത്രെഡ് ചെയ്യാന്ന് ഞാൻ എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പിരികം കണ്ടോ, ഇവിടെ ഒന്നും അത്രയ്ക്ക് വളരില്ല. അതുകൊണ്ട് ഞാൻ ഇതേവരെ ത്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആകെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ടൈമിൽ മാത്രമേ ഞാൻ ഒരു പ്രാവശ്യം ത്രെഡ് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ഞാൻ ത്രെഡേ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്നാലും കുറച്ചൊന്ന് ഷെയ്പ്പ് ആക്കാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ ഷെയ്പ്പ് ആക്കണതെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇവിടെ മാത്രം കുറച്ചൊരു മുടി ഉണ്ടെങ്കിൽ ഉണ്ടായി, അല്ലാണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എങ്ങനെ ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇതാ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ട്. ഇതൊരു പ്രാവശ്യം ഐബ്രോ പെൻസിൽ വിളിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രഷാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഐബ്രോ പെൻസിൽ തീർന്നപ്പോൾ ഞാൻ വേറെ ഒന്നിൽ വെച്ച് ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മോളിക്കൊക്കെ ആക്കി ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ എങ്ങനെ ഞാൻ ഐബ്രോസ് എഴുതുക എന്ന് കൂടിയും കാണിച്ചു തരാം. ആദ്യം ഒന്ന് മോളിക്കൊക്കെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കുന്നുണ്ട്, ഒന്ന് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബ്രഷാണ്. നന്നായിട്ടൊന്ന് ത്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഇവിടെ ഒന്നും എനിക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മാത്രം ഒന്ന് ചെറിയൊരു കത്രിക വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ തലേ ദിവസം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം ചെയ്യരുത്, ചിലപ്പോൾ അങ്ങനെ കുളമായാലോ. അപ്പോൾ അതുകൊണ്ട് മുമ്പേ ചെയ്യണം കേട്ടോ. ഇനി ഈ സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഭാഗം മാത്രം മുകളിലേക്കാക്കുക. എന്നിട്ട് ഞാൻ ഇതും ഒന്നിങ്ങനെ കട്ട് ചെയ്യും. കുറച്ച് മാത്രം കട്ട് ചെയ്തിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ. ആദ്യമായിട്ട് ട്രൈ ചെയ്യണവർ ആരും തലേ ദിവസം ഫംഗ്ഷൻ്റെ തലേ ദിവസം ചെയ്യരുത്, മുമ്പേ ഒന്ന് ട്രയൽ ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡും ഞാനൊന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ എന്തോ ഒരു ഇവിടെ മിസ് മാച്ച് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കണ്ണാടിയിൽ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ശരിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തോ എനിക്ക് തോന്നുന്നു കുരുവുള്ളത് എന്തോ ആണ്, അതാണ് ഇങ്ങനെ തോന്നണത്. പക്ഷെ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ശരിയായിട്ട് തോന്നുന്നുണ്ട്. കണ്ണാടി നോക്കിയിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ അതിന് ശേഷം ഇനി ഞാൻ എങ്ങനെ ഐബ്രോസ് എഴുതുക എന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണ വേറൊരു പ്രോബ്ലമാണ് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴേക്കും മുഖത്ത് ഇങ്ങനെ പിമ്പിൾസ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് അല്ലേ. അപ്പം എനിക്ക് ഇതാ അങ്ങനെ കുറച്ചിങ്ങനെ പിമ്പിൾസ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു 7 days ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്, പിന്നെ ഈ പിമ്പിൾസ് പോകാൻ അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ, അതിൻ്റെ പാടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായത് കേട്ടോ. ഇപ്പോൾ ഈ പിമ്പിൾസ്, പാട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ചാലഞ്ച് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ, എന്തായാലും യൂസ്ഫുൾ ആവും. ഒരു സാധാ ഒരു ഐബ്രോ ആണ്. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ തിക്ക് തുടങ്ങണ്ടല്ലോ കണ്ണിൻ്റെ, ആ ഭാഗത്ത് ഒരു ചെറുതായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഐബ്രോ പെൻ ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇവിടെ തൊട്ടിട്ടേ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ തൊട്ടിട്ടേ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ഇപ്പോൾ നല്ല ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ മോളിക്കൊക്കെ ആക്കുമ്പോൾ നല്ല ഫില്ലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ബ്രൈറ്റ്നെസ് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക്. ഇത് ഫോണിൽ കാണുമ്പോൾ എനിക്ക് കുറച്ച് ശരിയാവണില്ല, ഇവിടെയൊക്കെ അൺഈവനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ണാടിയിൽ കാണുമ്പോൾ ശരിക്കുമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഈ സൈഡും കൂടി ചെയ്യാം. ഒരു ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെന്താ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വല്ലാണ്ട് ഡാർക്കായ ഒരു ബോറ് പോലെ തോന്നില്ലേ, അതുകൊണ്ടാണ് ബോറായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഞാൻ ചെയ്യാത്തത്. ഇവിടെ പിന്നെ നമുക്കൊന്ന് ഇങ്ങനെ എഴുതി കൊടുക്കാം, ലൈറ്റായിട്ടൊന്ന് ഇവിടേക്കൊക്കെ അങ്ങോട്ട് ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഇവിടേക്കൊക്കെ നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടിയിലൊരു ചെറുതായിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ആ ഒരു ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറുതായിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം ആവാണ്ട് ശ്രദ്ധിക്കണം. നല്ല പിൻ പോയിന്റ് ആയിട്ടുള്ള ഐബ്രോ പെൻസിൽ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ എന്തോ പൊട്ടിപ്പോയി, മോൻ കളിച്ചിട്ട് അത് പൊട്ടിപ്പോയി. ഇനി നന്നായിട്ടൊന്ന് മോളിക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡും നന്നായിട്ട് മോളിക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദൂരത്ത് കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഇതിലിപ്പോൾ അടുത്തുനിന്ന് കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല. പിരികം എഴുതാൻ അറിയാത്ത ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ തലേ ദിവസം നമുക്ക് രാത്രി ഫംഗ്ഷൻ്റെ തലേ ദിവസം രാത്രി ഒന്ന് എഴുതിയിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഈ നല്ല ഡാർക്ക് ആയിട്ടുള്ളതൊക്കെ ഒന്ന് പോയിട്ട് ലൈറ്റ് ആവും കേട്ടോ. നമ്മളെ നാച്ചുറൽ ഐബ്രോസ് പോലെ തന്നെയാവും. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം അങ്ങനെയാണ് കേട്ടോ. അത്ര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്ക് അങ്ങനെ കണ്ടോ ഇവിടെ ഒന്നുമില്ല, ത്രെഡ് ചെയ്യാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആ പണിക്കൊന്നും ഇറങ്ങാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല. പേടിയും വേദനയൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല. അപ്പം അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പണിയാണ്. അപ്പം എന്നെ പോലെ ത്രെഡ് ചെയ്യാത്ത ആൾക്കാരാണ്, കുറച്ച് രോമൊക്കെ ഉള്ളിച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ്. നമ്മളുടെ ഫേസിന് ഒന്നും കൂടി ഐബ്രോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കും. പിന്നെ ഫേസിന് തന്നെ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഐബ്രോസ് ഒക്കെ എഴുതുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി തോന്നിക്കും കേട്ടോ. അതൊക്കെ മേക്കപ്പിൻ്റെ ഒരു ഭാഗമല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇനി നന്നായി